മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെ സമരം ചെയ്തവര്, സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവര്, സ്വാശ്രയ കോളേജിനെതിരെ സ്വാശ്രയ കോളേജുകാര് ഈടാക്കുന്ന ഫീസിനെതിരെ, തലവരി പണത്തിനെതിരെ എല്ലാം ഒച്ചയെടുത്ത് സമരം ചെയ്ത് LDF വരുമ്പോൾ UDF സമരം ചെയ്യും, UDF വരുമ്പോൾ LDF സമരം ചെയ്യും. അങ്ങനെ നമ്മുടെ അസംബ്ലിയിൽ UDFകാർ ചെയ്തത് LDFകാർ ശക്തമായി വിമർശിച്ചു. ആ UDFകാർ ഭരിച്ചിരുന്ന കാലത്ത് LDFിലെ പലരും അണ്ടർവെയർ വരെ പുറത്ത് കാണിച്ച് കമ്പ്യൂട്ടറും കീബോർഡും ആ കമ്പ്യൂട്ടറിൻ്റെ എല്ലാം വലിച്ചെറിഞ്ഞ് തകർത്ത് നശിപ്പിച്ച അവർ തന്നെ ഇപ്പം മറ്റേവരെ ധർമ്മബോധം പഠിപ്പിക്കുന്നു. അങ്ങനെ ശരിക്കും വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദവും കൊണ്ട് ജീവിക്കുന്ന കുറേ നേതാക്കന്മാരുടെ കൂട്ടുകെട്ടാണ് നമ്മളെ ഭരിക്കുന്നവര്. ആരും ആവട്ടെ, അവർക്ക് വേണ്ടി തല്ലുകൊള്ളാനും ചോര ചീന്താനും ആശുപത്രിയിൽ ചെന്ന് കിടക്കാനും അവരുടെ കസേര ഉറപ്പുവരുത്താനും അവരുടെ MLA സീറ്റ് ഇളകാതിരിക്കാനും വേണ്ടി മനുഷ്യബലി കൊടുക്കാനെന്നതുപോലെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ തല്ലുകൊള്ളാനായിട്ട് മാറി മാറി LDF ഭരിക്കുമ്പോൾ KSUക്കാരും UDF ഭരിക്കുമ്പോൾ SFIക്കാരും വീറും വാശിയോടും കൂടി പോകുമ്പോൾ ഈ ചെറുപ്പക്കാരായ നിങ്ങൾ, നേതാക്കന്മാർക്ക് വേണ്ടി ചാവാനും കൊല്ലാനും ഒക്കെ പോകുന്ന നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ ഒരു ജോഷി എന്ന് പറയുന്ന വ്യക്തി ഇതുമാതിരിയുള്ളത് എനിക്ക് അയച്ചു തരാറുണ്ട്. വളരെ രസകരമായിട്ട് തോന്നി എനിക്ക്. അപ്പൊ ജോഷി അയച്ചു തന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാവരും അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണോ എന്ന് ഞാൻ അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് ഈ KSU എന്ന് പറയുന്ന SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകള് നേതാക്കന്മാർക്ക് വേണ്ടി ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ അഡ്മിഷൻ നടക്കുമ്പോൾ കേരളത്തിൽ മെഡിക്കൽ അഡ്മിഷനും എഞ്ചിനീയറിംഗ് അഡ്മിഷനും നടക്കാതിരിക്കാൻ വേണ്ടി സമരവും അടിയും രക്തം ചീന്തലും ഒക്കെ നടത്തി അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഭയങ്കരമായ കോഴപ്പണം കൊടുത്ത് അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കേണ്ടവരിൽ പല വക്രവും നടത്തി 2-3 ദിവസം കൊണ്ട് അഡ്മിഷൻ നടത്തുമ്പോൾ ഭരിക്കുന്നവർക്ക് എതിരെ നിൽക്കുന്നവര്, പ്രതിപക്ഷക്കാരുടെ മക്കളും ഭരണപക്ഷക്കാരുടെ മക്കളും എല്ലാം എവിടെയാ പഠിച്ചത്, എന്താ ചെയ്യുന്നത് എന്നൊന്ന് അറിയാൻ സാധിക്കട്ടെ. അദ്ദേഹം അയച്ചു തന്നത് ഞാൻ അതേപോലെ വായിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ട റിപ്പോർട്ട് എന്നാണ് തലക്കെട്ട്. ഞാനത് അതേപോലെ വായിക്കാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകള് ആശയുടെ 2 മക്കളും MBBSന് പഠിക്കുന്നത് എറണാകുളത്തെ അമൃത സ്വാശ്രയ മെഡിക്കൽ കോളേജിലാണ്. ആദിഡ രാജ് 4ാം വർഷം, ആനന്ദ് 2ാം വർഷം. നമ്മുടെ അച്യുതാനന്ദൻ സാറ് അറിയാമല്ലോ, 93 വയസ്സായിട്ട് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന മഹാനായ വ്യക്തിയുടെ മക്കളുടെ കാര്യമാണ് പറയുന്നത്. മക്കളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 മക്കളും പഠിച്ചത് സ്വാശ്രയ സ്ഥാപനങ്ങളായ കളമശ്ശേരി SSCMSലും പിന്നീട് കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാലയത്തിലും. 2 കൊടികുത്തിവാണ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളും അമൃതാനന്ദമയിയുടെ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്.
അല്ലെങ്കിൽ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ആണെന്നുള്ളത് മറക്കരുത്. കോടിയേരിയുടെ മരുമകൾ പഠിച്ചത് തൃശൂർ അമല മെഡിക്കൽ കോളേജിലാണ്. EP ജയരാജന്റെ മരുമകള് സ്വാശ്രയ മെഡിക്കൽ കോളേജായ അമൃതയിലാണ് MDക്ക് പഠിക്കുന്നത്. അമൃതാനന്ദമയ്യെ രാവും പകലും ചീത്ത പറയുന്ന ജോൺ ബ്രൂട്ടസിന്റെ പാർട്ടിയിലുള്ള ആൾക്കാരാണെന്ന് മറക്കരുത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മകൻ അനൂപ് സുരേന്ദ്രൻ പഠിച്ചത് കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ്, സ്വാശ്രയ കോളേജ്. മന്ത്രി AC മൊയ്തീന്റെ മകള് ഷീബ മൊയ്തീന് പഠിച്ചത് തൃശൂർ ചെറുതുരുത്തി സ്വാശ്രയ ആയുർവേദ മെഡിക്കൽ കോളേജിലാണ്. കരുനാഗപ്പള്ളി MLA രാമചന്ദ്രന്റെ മകൻ പഠിക്കുന്നത് അമൃത മെഡിക്കൽ കോളേജിലാണ്. S ശർമ്മ MLAയുടെ മകൾ പഠിക്കുന്നത് അമൃത മെഡിക്കൽ കോളേജിലാണ്. മുരളി പെരുന്നല്ലി MLAയുടെ മകൾ പഠിക്കുന്നത് തൃശൂർ ചിറ്റിലപ്പള്ളിയിലെ IES സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. CK ഹരീന്ദ്രൻ MLAയുടെ മകൾ പഠിക്കുന്നത് നെയ്യാറ്റിൻകരയിലെ നിംസ് ദന്തൽ കോളേജിലെ BEdലാണ്. കോട്ടയം CPM ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ വാസവന്റെ മകൾ പഠിച്ചത് വെഞ്ഞാറമ്മൂടുള്ള ഗോകുലം സ്വാശ്രയ മെഡിക്കൽ കോളേജിലാണ്. DYFI മുൻ സംസ്ഥാന ട്രഷറർ രമേശന്റെ മകൾ പഠിച്ചതും NRI കോട്ടയിലെ കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുൻ DYFI നേതാവുമായ ശൈലജ ബീഗത്തിന്റെ മകള് കണ്ണൂരിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ CPM നേതാവ് AA റഷീദിന്റെ 2 മക്കളും പഠിക്കുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജ് സ്വാശ്രയ മെഡിക്കൽ കോളേജിലാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റും കൺസ്യൂമർ ഫെഡ് ചെയർമാനുമായ മെഹബൂബിന്റെ മകള് സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത്. മുൻ സ്പീക്കറും മുൻ മന്ത്രിയും ഇപ്പോൾ KTDC ചെയർമാനുമായ M വിജയകുമാറിന്റെ മകള് പഠിച്ചത് തിരുവനന്തപുരത്തെ സ്വാശ്രയ കോളേജായ മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ്. ലിസ്റ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും എത്രയോ പേരുടെ പേരുകള് മക്കളും മക്കളുടെ മക്കളുമൊക്കെ നല്ല രീതിയിൽ ഉയർന്ന എഞ്ചിനീയറിംഗും മെഡിക്കൽ കോളേജിലും പഠിക്കുമ്പോൾ മക്കളെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി നേതാവാകാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തില് 2 or 3 പേരെ ഭാവി നേതാക്കന്മാരാവുള്ളൂ. ബാക്കിയെല്ലാം ഈ മണ്ണിൽ നിന്ന് ദുർഗന്ധം പരത്തി ചത്തുപോകുന്നത് വരെ MLAമാരും MP മാരുമായിട്ട് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ടാത്ത പദവിയാണ് MLA ആവുക, MP ആവുക. അതിന് മാത്രം വയസ്സ് ഒരു പരിധിയോ അല്ല. 90, 95, 100, 125 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അത്രയും കാലം ജനങ്ങളെ സേവിപ്പിക്കാനും വേണ്ടി ആ കസേരയിൽ ഇരിക്കുന്നവരെ താങ്ങി നടക്കുന്ന നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾ ആർക്കെതിരെയാ സമരം ചെയ്യുന്നത്? കോടിക്കണക്കിന് രൂപ മുടക്കി എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും കേരളത്തിലുണ്ടാക്കി അതിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് നല്ല അധ്യാപകരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന സ്വാശ്രയ മെഡിക്കൽ കോളേജാണോ അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്ത് അതിനേക്കാൾ കുറവ് സൗകര്യത്തോടു കൂടി കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം പോയി പഠിക്കേണ്ടി വരുന്ന ഗതികേടുള്ള ആ സ്വാശ്രയ മാനേജ്മെന്റ് കോളേജിലേക്ക് എങ്ങനെയെങ്കിലും MBBS എടുത്ത് കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അച്ഛനമ്മമാര് തള്ളിവിടുന്ന മക്കളുടെ ജീവിതത്തില് ആ കോളേജിലേക്കും ഈ കോളേജിലേക്കും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്വാശ്രയ മെഡിക്കൽ കോളേജിനെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുണ്ട്. സ്വാശ്രയ മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കാതിരിക്കാനുള്ള നിയമങ്ങളുണ്ട്. സ്വാശ്രയ മെഡിക്കൽ കോളേജിനെ ഏതൊക്കെ വിധത്തില് നല്ല രീതിയിൽ കൊണ്ടുപോകണോ അതിനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ മെഡിക്കൽ കോളേജ് നാഷണൽ മെഡിക്കൽ കോളേജുകൾ കൺട്രോൾ ചെയ്യുന്ന ബോഡിയുണ്ട്. ടെക്നോളജിക്കൽ മെഡിക്കൽ കോളേജുകൾ, ടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ കൺട്രോൾ ചെയ്യുന്ന ബോഡിയുണ്ട്. CBSE സ്കൂൾ കൺട്രോൾ ചെയ്യാനുള്ള ബോഡിയുണ്ട്.
അതൊന്നും നോക്കാതെ തനി രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറി മാറി കോഴ വാങ്ങിക്കാനും പൈസ വാങ്ങിക്കാനും ഈ സ്വാശ്രയ മെഡിക്കൽ കോളേജുകാര് എന്തെല്ലാം ചെയ്യുന്നു അതിനേക്കാൾ അവരുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങിച്ച് ഭരിക്കുകയും പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുടെ മഹാന്മാരായ മക്കള് വിവാഹ കമ്പോളത്തിൽ ഡൗറി കൂട്ടിക്കിട്ടാൻ വേണ്ടി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രയോഗിക്കുന്നതും ഒക്കെ ഏത് കോളേജിലാണെന്ന് മനസ്സിലാക്കാൻ മക്കളെ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.